ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ജൂലൈ 26-ാം തീയതിയാണ്. ഈ തിരുനടയിൽ കയറി സാക്ഷ്യം പറയാനുള്ള കൃപ തന്നതിനായി പരിശുദ്ധ അമ്മയ്ക്കും യേശുനാഥനും കോടാനുകോടി നന്ദി. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, ഞങ്ങൾ 30 വർഷത്തോളം ഗൾഫിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾ റിസൈൻ ചെയ്ത് കൊറോണയ്ക്ക് ശേഷം റിസൈൻ ചെയ്ത് തിരിച്ച് പോരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടാനുള്ള ഗ്രാറ്റുവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തരാനുള്ള അവസ്ഥയില്ലയെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നോളാമെന്ന് പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഗവൺമെൻറ്റിലായിരുന്നുകൊണ്ട് എൻ്റെ പൈസ 2 മാസത്തിനകം കിട്ടി. പക്ഷേ പുള്ളി പ്രൈവറ്റിൽ ഒരു ഒമാൻ കമ്പനിയിലായിരുന്നു. അപ്പം ആദ്യമൊക്കെ തരാമെന്ന് പറയുന്നതല്ലാതെ പിന്നീട് കംപ്ലീറ്റ്ലി അവർ നമ്മളുമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും നിർത്തുവാണ്. മെയിലിന് മറുപടി തരത്തില്ല, വാട്സാപ്പ് മെസ്സേജ് തരത്തില്ല, ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. കംപ്ലീറ്റ് അവർ നമുക്ക് തരാതിരിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു, നമുക്ക് തരത്തില്ല. പിന്നെ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി കമ്പനി നഷ്ടത്തിലാണെന്നും പലർക്കും ഒന്നും കൊടുക്കുന്നില്ലെന്നും പലരും കേസിന് പോകുന്നതൊക്കെ. അപ്പം നമ്മളിങ്ങ് തിരിച്ച് പോരുകയും ചെയ്തു, അവരുടെ വാക്ക് വിശ്വസിച്ച് തിരിച്ചു പോന്നു. പക്ഷെ നമുക്ക് കിട്ടുന്ന എങ്കിലും പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞതിന് ശേഷം എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ മനസ്സിലിരുന്ന് ആര് പറയുന്നുണ്ട് നിനക്ക് കിട്ടുമെന്ന്. ഞാൻ പലപ്പോഴും എൻ്റെ ഹസ്ബൻഡിനെ കൺവിൻസ് ചെയ്യും നമുക്ക് കിട്ടും, നമുക്ക് കിട്ടാതിരിക്കത്തില്ല എന്ന്. പക്ഷേ കുറേ നാളായിട്ട് പിന്നെ കംപ്ലീറ്റ്ലി നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നമുക്ക് യാതൊരു സാധ്യതയില്ല എന്ന്. അപ്പോഴാണ് ഒരു അൺഎക്സ്പെക്റ്റഡായിട്ട് ഞാൻ അവിടെ ഒരു ഫ്രണ്ട് മസ്കറ്റ് വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് നമ്മുടെ വീട്ടിൽ വരുന്നത്. അപ്പോഴത്തേനും വരുന്നെന്ന് അറിഞ്ഞപ്പോഴേ തല ദിവസം തൊട്ട് എൻ്റെ മനസ്സിലിരുന്ന് മാതാവ് പറയുവാണ് ആ പുള്ളിയോടൊന്ന് പറഞ്ഞു നോക്കാം. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് ആ ബ്രദറിനോടൊന്ന് നമ്മുടെ ഇതാണ് കിട്ടിയില്ലെന്ന്. പുള്ളി പറഞ്ഞു എന്തിനാ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ പുള്ളി ഒരു അഡ്വക്കേറ്റിൻ്റെ നമ്പർ തന്നു, ഒന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞു. നമ്മൾ അഡ്വക്കേറ്റിനെ വിളിച്ചപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞു യാതൊരു കാരണവശാലും കിട്ടത്തില്ല, കാരണം നമ്മൾ പോന്നിട്ട് 3-4 വർഷത്തോളമായി, 1 വർഷത്തിനകം പിന്നെ നമ്മൾ ലീഗൽ ഇതിന് പോയില്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ലെന്നും പറഞ്ഞ് അയാൾ വെച്ചു. അപ്പോൾ ഞങ്ങൾ ഈ ബ്രദറിനോട് പറഞ്ഞ് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം പുള്ളി വേറെ നമ്പർ തന്നു, റൊമാനിയോ അഡ്വക്കേറ്റിനെ എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ അയാളെ ഒന്ന് വിളിച്ച് നോക്കിയെന്ന്. നമ്മൾ വിളിച്ചപ്പോൾ പുള്ളി ചോദിച്ചു 2023 നിങ്ങൾ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്കുണ്ടോ, ഒരു മെസ്സേജോ ഒരു ഇമെയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇല്ല, നമ്മളത് കിട്ടത്തില്ല എന്നുള്ള നമ്മളത് നിർത്തിയായിരുന്നു പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഒന്ന് നോക്കിക്കേ, മെയിലൊന്ന് സെർച്ച് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ സെർച്ച് ചെയ്തപ്പം മെയിൽ ഒരെണ്ണം നമ്മൾ ഒരു മെസ്സേജ് അവർക്ക് ഒരു മെയിൽ വിട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതുവരെ എന്താണ് കിട്ടാത്തതെന്നുള്ള മട്ടിൽ. അപ്പം ഞങ്ങൾ അഡ്വക്കേറ്റിനോട് പുള്ളി പറഞ്ഞു അത് മതി, അത് വെച്ച് നമുക്ക് കയറാമെന്നും പറഞ്ഞു. അങ്ങനെ പുള്ളി ഞങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തു, നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടി. അങ്ങനെ ഒരു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു വിധത്തിലും നമുക്ക് ആ പൈസ കിട്ടത്തില്ലെന്ന് ഉറപ്പായിരുന്നു. എല്ലാവരും ഇത് പറയുന്നതുകൊണ്ട് കിട്ടത്തില്ല എന്ന്. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ബ്ലഡ് പോവും. അപ്പോൾ ഞാനൊരു നേഴ്സാണ്, അപ്പോൾ എനിക്കറിയാം